നമ്മളോടൊപ്പമുള്ളത് അഞ്ചൽ ലേക്യൂഡിലെ ദീപികയാണ്. ദീപിക, ഇന്ന് നമുക്ക് എന്തിനെ കുറിച്ചുള്ള ടിപ്സാ പറഞ്ഞു തരുന്നത്? അതായത് എന്താ പറയാ, ഓവറായിട്ട് ഹാങ്ങിങ്സ് ഒക്കെ ഇട്ടിട്ട് കാൽ തൂങ്ങി പോവില്ലേ, അതിന് വേണ്ടിയിട്ട് നമ്മൾ ഇന്ന് ഇയർ ലോക്ക് റിപ്പയറിംഗ് ആണ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, ഇന്നിപ്പോൾ നമുക്ക് ദീപിക പറഞ്ഞു തരുന്നത് ഇയർ ലോക്ക് റിപ്പയറിംഗ് ആണ്. എല്ലാവരും എന്താ പറയുന്നത്, ഇയർ ലോക്ക് എങ്ങനെ അടയ്ക്കാമെന്ന് വിഷമിച്ചിരിക്കുന്നവർക്ക് വേണ്ടിയുള്ള ഒരു ടിപ്സും കൂടിയാണ്. അപ്പോൾ ഓക്കെ ദീപിക, നമുക്ക് സ്റ്റാർട്ട് ചെയ്താലോ? സ്റ്റാർട്ട് ചെയ്യാം. ശരി, ഓക്കെ. ഫസ്റ്റ് എന്താ ചെയ്യുന്നത്? ഫസ്റ്റ് നമുക്ക് ഒരു മെഡിസിൻ ഉണ്ട്. ആ മെഡിസിൻ നമുക്ക് ഒരു ടോപ്പിക്കിൽ എടുത്തിട്ട് നമ്മൾ ഈ തൂങ്ങിയിരിക്കുന്ന കാതിൽ അടയ്ക്കുകയാണ്, അപ്ലൈ ചെയ്തിട്ട് നമ്മൾ ഒരു ടേപ്പ് ഒട്ടിക്കുകയാണ് ചെയ്യുന്നത്. അന്നേരം ഇത് മെയിനായിട്ട് വരുന്ന കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നന്നായിട്ട് വലിയ ഹാങ്സ് ഇടുമ്പോൾ നമ്മുടെ കാത് തൂങ്ങിപ്പോവുക. അതുപോലെ തന്നെ കൊച്ചു കുട്ടികൾക്കൊക്കെ ആണെങ്കിൽ ഇപ്പോൾ നമുക്ക് കുത്തിയത് കറക്റ്റ് ആവാതിരിക്കുക, അങ്ങനെയുള്ള ആൾക്കാർക്കാണ് മെയിനായിട്ട് നമ്മൾ ഇത് ചെയ്യാറ്. അത് പിന്നെ വേറെ ഇതിൻ്റെ ഒരു ബെനിഫിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മളിപ്പോൾ സ്റ്റിച്ച് ഇടുമ്പോൾ നല്ല പെയിൻ ആയിരിക്കും. അതുപോലെ തന്നെ ഒരു 3 മാസം അത് മുന്നോട്ട് പോകേണ്ട വരും. അതെ. അന്നേരം അതൊന്നും നമുക്ക് ഈ ഒരു റിപ്പയറിങ്ങിൽ കാണില്ല. ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പെയിൻലെസ് ആണ്. അപ്പോൾ എല്ലാവർക്കും യൂസ്ഫുൾ ആണ്. എല്ലാ ഓൾ ടൈപ്പ് സ്കിന്നിന് എല്ലാവർക്കും യൂസ് ചെയ്യാം. ഈ ഒരു മെഡിസിൻ ആയതുകൊണ്ടാണ് ചോദിക്കുമ്പോൾ, മെഡിസിൻ അപ്ലൈ ചെയ്യുമ്പോഴത്തേക്കും എന്തെങ്കിലും ഒരു ഇയറിന് എന്തെങ്കിലും ഒരു പ്രോബ്ലമോ അങ്ങനെ ഇല്ല, സൈഡ് എഫക്റ്റോ കാര്യങ്ങളോ ഒന്നും തന്നെ ഇല്ല നമുക്ക്. ഇല്ല. ഓക്കെ, ശരി. അപ്പോൾ ഈ ഒരു മെഡിസിൻ അപ്ലൈ ചെയ്യുന്നത് ഏകദേശം ഒരു എത്ര മിനിറ്റ് ഇരിക്കണം? ഇത് നമ്മളിപ്പം ഈ റിപ്പയർ ചെയ്ത് ടേപ്പ് ഒട്ടിച്ച് കഴിഞ്ഞാൽ അന്നേരം തന്നെ നമുക്ക് പേഷ്യൻസിന് വേറെ അതായത് പ്രോബ്ലമോ കാര്യങ്ങളോ ഒന്നും ഇല്ലെന്നുണ്ടെങ്കിൽ അപ്പം തന്നെ നമുക്ക് പോകാം. പിന്നെ ഇത് മെയിൻ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇതിൽ വെള്ളം വീണൂടാ, അതായത് വെള്ളം നനഞ്ഞൂടാ. വെള്ളം നനഞ്ഞു കഴിഞ്ഞാൽ ഈ മെഡിസിൻ അവിടെ നമുക്ക് ആ ഒരു മുറിവ് ഉണ്ടാക്കുകയാണ് ചെയ്യുന്നത്. ഇത് അതെ. ഇത് ശരിക്കും ഒരു പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ഒരു മെഡിസിൻ അപ്ലൈ ചെയ്ത് കഴിയുമ്പോഴത്തേക്കിനും വെള്ളം നനയ്ക്കാൻ പാടില്ല. എന്ന് വെച്ച് കഴിഞ്ഞാൽ വെള്ളം നനയ്ക്കുമ്പോഴത്തേക്കിനും മുറിവുണ്ടാവും അല്ലേ? അതെ. മുറിവുണ്ടാവും. അപ്പോൾ മുറിവുണ്ടാവുന്നത് കൊണ്ട് തന്നെ ഒരു മെഡിസിൻ അപ്ലൈ ചെയ്യുമ്പോഴത്തേക്കും വെള്ളം നനയ്ക്കും. അതെ. ഇത് ശരിക്കും ഒരു ആസിഡാണ് സംഭവം. ഇത് നമ്മുടെ ഈ ഇയർ ലോക്ക് അതായത് റിപ്പയർ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ആസിഡ് നമ്മൾ അപ്ലൈ ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് അത് കാണാൻ പറ്റും. ഒരു വൈറ്റ് കളറിൽ സ്കിൻ മാറും. വൈറ്റ് കളറായിട്ട് ആ ഒരു സ്കിൻ മാറും. അതെ. അത് ഈ 2 ദിവസമൊക്കെ കഴിയുമ്പോഴത്തേക്ക് ജസ്റ്റ് അതൊരു ലൈറ്റ് രീതിയിൽ സെപ്റ്റിക് അതായതിനു ശേഷം ആ മുറിവ് ഉണങ്ങിയതിന് ശേഷം അവിടെയല്ല നമ്മൾ അടുത്ത കാത് കുത്തുന്നത്. അതിനോട് തൊട്ട് അടുത്തായിട്ടാണ് നമ്മൾ കാത് പൂർണ്ണമായിട്ടും ഇത് അടയ്ക്കും, മൊത്തത്തിൽ അടയ്ക്കും. ഫുള്ളായിട്ട് ശേഷം 2-3 ദിവസം കഴിഞ്ഞതിന് ശേഷമാണ് വീണ്ടും പുതിയതായിട്ട് സ്ഥലം മാറ്റി. 2-3 ദിവസം അല്ലടാ, അതായത് നമ്മൾ ഇതിപ്പം നോക്കും, അതായത് നല്ല ലെങ്ത് ആയിട്ടുള്ള നന്നായിട്ട് തൂങ്ങിപ്പോയിട്ടുള്ള ആൾക്കാർക്ക് ഏകദേശം 1 മാസമെങ്കിലും പിടിക്കും. പിന്നെ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കും, ഷുഗർ പേഷ്യൻസിനൊക്കെ ആണെങ്കിൽ മുറിവ് കരിയാൻ പാടായിരിക്കും. അപ്പോൾ ഷുഗർ പേഷ്യൻസിന് അന്നേരം ഇത് അടയ്ക്കുമ്പോൾ അങ്ങനെ പ്രശ്നമൊന്നും വരത്തില്ല, വലിയ സൈഡ് എഫക്റ്റ് കാര്യങ്ങളൊന്നും ഇല്ല. പക്ഷെ ഷുഗർ പേഷ്യന്റിനെ സംബന്ധിച്ച് മുറിവ് കരിയാൻ വളരെ പാടായിരിക്കും. രണ്ടാമത് കാത് കുത്തി കഴിയുമ്പോഴത്തേക്ക് അല്ലടാ, അതായത് ഈ നമ്മുടെ ഈ ഇയർ ലോക്ക് ചെയ്യുമ്പോൾ. അതെ. പിന്നെ മുറിവ് പിന്നെ നേരത്തെ ദീപിക പറഞ്ഞായിരുന്നു, പിന്നെ നനവ് പാടില്ലെന്ന്. അതെ. നനയ്ക്കാതിരിക്കുകയാണെന്നുണ്ടെങ്കിൽ ഷുഗർ പേഷ്യൻസിനും ഇല്ല, ഒരു കുഴപ്പമില്ല. ഷുഗർ പേഷ്യൻസ് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇയർ ലോക്ക് ചെയ്ത് കഴിഞ്ഞാൽ നനയാൻ പാടില്ല. നനവുണ്ടായി കഴിയുമ്പോഴത്തേക്കിനുമാണ് ഈ മുറിവ് ഉണ്ടാവുന്നത്. അപ്പോൾ ആ മുറിവ് ഉണ്ടാവുമ്പോൾ ഷുഗർ പേഷ്യൻസിനെ സംബന്ധിച്ചിടത്തോളം മുറിവ് ഉണങ്ങാനായിട്ട് താമസം എടുക്കാം. അപ്പം എന്താണ്, മാക്സിമം കാത് നനയാതെ ശ്രദ്ധിക്കണം. അതെ. അപ്പോൾ നമുക്ക് നേരെ ഇത് ചെയ്യുന്ന വിധം എങ്ങനെയാണെന്ന് നോക്കാം. ഓക്കെ. ഇങ്ങനെ ഒരു ടൂപ്പിക്ക് എടുത്തിട്ട് നമ്മൾ ഈ മെഡിസിൻ അപ്ലൈ ചെയ്യുന്നത്. അത് ശരി. ഓവറായിട്ട് വേണ്ടല്ലോ? ഇല്ല, ഓവർ ജസ്റ്റ് ഒരു ഡ്രോപ്പ് മതിയാവും. എത്ര കാത് കേറിങ്ങനെ തൂങ്ങി കിട്ടുന്നതാണെന്നുണ്ടെങ്കിൽ പോലും ശകലം ഒരു ഡ്രോപ്പ് മതി. ഇത് ഓവറായിട്ട് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ എന്ത് കാര്യമാണോ ഉദ്ദേശിക്കുന്നത് അതിന്റെ ഓപ്പോസിറ്റ് റിയാക്ഷൻ നമുക്ക് വരും. നമ്മളിത് ഫുള്ളായിട്ട് മൊത്തത്തിലല്ല തേക്കുന്നത്, ആ ഹോളുള്ള ഭാഗത്ത് മാത്രം ജസ്റ്റ് ഇങ്ങനെ ഈ ടൂപ്പിക്ക് വെച്ചിട്ട് ജസ്റ്റ് ഇങ്ങനെ അപ്ലൈ ചെയ്യുക മാത്രമേ ഉള്ളൂ. അപ്പം തന്നെ കാണാൻ പറ്റും, തന്നെ ഒരു വൈറ്റ് കളറായിട്ട് മാറും. ശരി. ആ സമയം കൊണ്ട് തന്നെ നമ്മൾ മെഡിക്കേറ്റഡ് ആയിട്ടുള്ള ടേപ്പ് ഉണ്ടല്ലോ, ആ ടേപ്പ് യൂസ് ചെയ്യാൻ ശ്രമിക്കുക. അപ്പോൾ ഒരു പിന്നെ ശകലം മാത്രമേ ഇത് നമ്മൾ അപ്ലൈ ചെയ്യുന്നു. അത്രയും മതിയാകും നമുക്ക്. അപ്പം പിന്നെ ആ ഒരു ഹോളിന്റെ ബാക്കി സൈഡിൽ ഇത് പറ്റാൻ പാടില്ല. പറ്റിക്കൂടാ, അത് ഫുള്ളായിട്ട് അങ്ങ് സെപ്റ്റിക് ആവും. അതുകൊണ്ട് നമ്മൾ ആ ഹോൾ പോർഷനിൽ മാത്രമേ നമ്മൾ അത് അപ്ലൈ ചെയ്യൂ. പിന്നെ ഇതേ മെഡിക്കേറ്റഡ് ആയിട്ടുള്ള ടേപ്പ് നമ്മളിതേ ഇങ്ങനെ യൂസ് ചെയ്യുക. വലിയ ടൈറ്റ് ആയിട്ട് രീതിയിൽ നമ്മൾ അപ്ലൈ ചെയ്യാൻ പാടില്ല.
ടൈറ്റ് ആയിട്ട് എന്തെങ്കിലും പ്രശ്നം ഉണ്ടാവോ? ഇത് ടൈറ്റ് ആയിട്ട് കഴിഞ്ഞു കഴിഞ്ഞാൽ ഇതിനകത്ത് എയർ പാസ് ചെയ്യാൻ ബുദ്ധിമുട്ടായിരിക്കും. അന്നേരം എയർ പാസ് ചെയ്യാൻ കൂടി വേണം. അതെ അതെ അതെ. എന്നാൽ മാത്രമേ നമ്മുടെ ഈ അഥവാ ഒരു പക്ഷേ മുറിവ് ഉണ്ടായാൽ തന്നെയും പെട്ടെന്ന് കരിയാനുള്ള ചാൻസ്. ഈ മുറിവിന്റെ ചാൻസ് ഏറ്റവും കൂടുതൽ കാണുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ നനവ് പറ്റിയാൽ മാത്രമേ ഉള്ളൂ മുറിവിന്റെ ചാൻസ്. അതെ അതെ. നനവ് പറ്റാതിരിക്കുകയാണെന്നുണ്ടെങ്കിൽ അങ്ങനെ ഒരു ഇല്ല പ്രോബ്ലം ഒന്നുമില്ല. ഇത് ഇപ്പം നമുക്ക് എന്തായാലും കസ്റ്റമറിനോട് നമ്മൾ ക്ലയൻറ്റിനോട് പറയും 2 ആഴ്ച കഴിഞ്ഞിട്ട് വരാൻ പറയും. അതല്ല ഇത് റിപ്പയർ ആയിട്ടില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ പിന്നെയും ഇത് മെഡിസിൻ അപ്ലൈ ചെയ്തിട്ട് ഒരാഴ്ചയും കൂടെ പറയും. അത് കഴിഞ്ഞിട്ടാണ് നമ്മൾ കാത് കുത്തുന്നത്. അപ്പോൾ ഇതിങ്ങനെ ഇപ്പോൾ യൂസ് ചെയ്ത് കഴിയുമ്പോഴത്തേക്കിനും അങ്ങനെ ഒരു എന്താ പറയുന്നത് വീണ്ടും അധികം ഒരാഴ്ച കൂടെ എടുക്കേണ്ടതായിട്ടൊരു സിറ്റുവേഷൻ ഉണ്ട്? ഇല്ല, നമുക്ക് ഇതുവരെ അങ്ങനെ വന്നിട്ടില്ല. അപ്പോൾ എല്ലാവർക്കും അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ മാക്സിമം 2 വീക്ക്. അതെ അതെ അതെ. അതിനുള്ളിൽ തന്നെ അത് കറക്റ്റ് അതെ അതെ അതെ. അപ്പൊ അതിന് ശേഷമാണ് ആ 2 ആഴ്ച കഴിഞ്ഞതിന് ശേഷം വരുമ്പോഴായിരിക്കും ആ സ്ഥാനം മാറ്റി നമ്മൾ കാത് കുത്തുന്നത്. അതെ. അപ്പൊ എപ്പോഴെങ്കിലും ഒരു സാഹചര്യത്തിൽ ആ ഒരു വീണ്ടും ആ പഴയ സ്ഥാനത്തോട്ട് കാത് കുത്തേണ്ട ഒരു സിറ്റുവേഷൻ വന്നു കഴിഞ്ഞാൽ ഈ ഒരു അടച്ചെടുത്ത് തന്നെ കാത് കുത്തേണ്ട ഒരു 1 ഇയർ ഒക്കെ കഴിയുമ്പോൾ അങ്ങനെ ഒരു കുത്തേണ്ട ഒരു സിറ്റുവേഷൻ വന്നു കഴിഞ്ഞാൽ അവിടെ കുത്തി കഴിഞ്ഞാൽ അങ്ങനെ എന്തെങ്കിലും പിന്നെ നമ്മൾ ഇപ്പൊ മെയിൻ നമ്മൾ ഈ മെഡിസിൻ യൂസ് ചെയ്യുമ്പോൾ തന്നെ നമ്മൾ ഇവരോട് പറഞ്ഞു കൊടുക്കും. നമ്മൾ ആ സ്ഥാനത്ത് ശരിക്കും നമ്മളിപ്പോൾ എന്താ പറയുക സ്റ്റിച്ച് ചെയ്താൽ തന്നെയും നമ്മൾ ആ സ്ഥാനത്ത് കാത് കുത്താറില്ല. നമ്മൾ അടുത്ത ഭാഗത്തോട്ടായിട്ടാണ് കാത് കുത്താറ്. അതെ അതെ. അന്നേരം എന്താ പറയുക ഇത് നമ്മൾ ഫസ്റ്റ് അകത്ത് കുറച്ചും കൂടെ ഡിലേ ആവും ഇത് ഉണങ്ങാൻ. അപ്പോഴത്തെ അത്രയും നാളൊന്നും ക്ലയന്റിന് വെയിറ്റ് ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് നമ്മൾ തൊട്ടടുത്ത് തന്നെ കാത് കുത്തി വിടുകയാണ് ചെയ്യാറ്. അതെ. അപ്പം മാക്സിമം എങ്ങനെ പോയാലും 2 വീക്ക്. 2 ആഴ്ച. പിന്നെ പിള്ളേരൊക്കെ ആകുമ്പോഴത്തേക്കിന് വലിയ മോഡൽ കമ്മലൊക്കെ ഹാങ്ങിങ്. അതെ അതെ അതെ. ഇത് അങ്ങനെ ആകുമ്പോഴാണ് കൂടുതലും നമുക്ക് ഈ ഒരു റിപ്പയറിങ് ചെയ്യേണ്ട വരുന്നത്. അതെ. ഒരുപാട് നമ്മളിപ്പോഴത്തെ ട്രെൻഡാണല്ലോ ഒരുപാടുള്ള ഹാങ്ങിങ്സ് ഒക്കെ ഇട്ടിട്ട് വരുന്നതെല്ലാം ഇപ്പോഴത്തെ ട്രെൻഡാണ്. അന്നേരം അതിൽ കൂടെ വരുന്ന ഒരു ഇതാണ്. അതെ 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 അതെ. അപ്പം ഇത്തിരി ഏജ്ഡ് ആയിട്ടുള്ള ആൾക്കാർക്കാണെന്നുണ്ടെങ്കിലാണോ 2 ആഴ്ച അതോ എല്ലാവർക്കും കോമൺ ആയിട്ട്? ഇല്ല, കോമൺ ആയിട്ട്. എക്സ്ട്രാ ഷുഗർ പേഷ്യൻസിനൊക്കെ ആണെന്നുണ്ടെങ്കിലാണ് കുറച്ച് ഡിലേ താമസം വരുന്നത്. കാരണം വെച്ചാൽ ഒരു മുറിവ് ഉണങ്ങി കുറച്ചുകൂടെ കഴിയട്ടെ എന്നുള്ള ഒരു. അതെ 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 അതെ. അപ്പം ഇതിപ്പോ ഏറ്റവും കൂടുതൽ ഇയർ ലോക്ക് ചെയ്യാൻ വരുന്നത് എത്ര ഏജ്ഡ് ആയിട്ടുള്ള ആൾക്കാരാണോ അതോ നോർമലി? കൂടുതലും വരാറുള്ളത് ഏജ് ആയിട്ടുള്ള ആൾക്കാരല്ല, അല്ലാതെ ഉള്ള ഹാങ്സ് കൂടുതലായിട്ട് ഇട്ടിട്ട് തൂങ്ങി വരുന്ന കാതുകൾക്കാണ് കൂടുതലും ഇത് ചെയ്യാറ്. അതെ അതെ. നമ്മൾ പിന്നെ 2 ആഴ്ച കഴിയുമ്പോഴത്തേക്ക് പിന്നെ അടുത്ത കാത് കുത്തി വിടുകയാണ് ചെയ്യുന്നത്. അപ്പൊ ഈ 2 ആഴ്ച വരെയും നനയാതെ സൂക്ഷിക്കണം. ഇപ്പൊ വളരെ എളുപ്പത്തിൽ ഇയർ ലോക്ക് ചെയ്യാൻ പറ്റുന്ന രീതിയാണ് ദീപിക ഇപ്പൊ നമുക്ക് പറഞ്ഞതല്ലേ. അപ്പോൾ വളരെ എളുപ്പ രീതിയിൽ ഇയർ ലോക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു സിസ്റ്റമാണ് ഇപ്പം ദീപിക നമുക്ക് വേണ്ടി പറഞ്ഞു തന്നത്. അപ്പോൾ ഇനി മറ്റൊരു എപ്പിസോഡിൽ പുതിയൊരു ബ്യൂട്ടി ടിപ്സുമായി കാണുന്നത് വരേക്കും എല്ലാവർക്കും നന്ദി, നമസ്കാരം.